Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദ ഹിന്ദുവിന്റെ വിവാദ അഭിമുഖത്തിനു പിന്നിൽ PR ഏജൻസിയല്ലെന്ന് CPIM സംസ്ഥാന സമിതിയിലും ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഒരു PR ഏജൻസിക്കും പണം നൽകുന്നില്ലെന്നും പാർട്ടി യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ദേവകുമാറിന്റെ മകൻ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകനാണെന്നാണ് ധരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PR ഏജൻസി ഇല്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് പാർട്ടിയും അംഗീകരിച്ചു. PR ഏജൻസി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ പാർട്ടി സെക്രട്ടറിക്കും കഴിഞ്ഞില്ല. സർക്കാരിന് PR ഏജൻസി ഇല്ലെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. എല്ലാവർക്കും അറിയുന്നതാണ് ദേവകുമാറിന്. അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനാണ്. നല്ല സൗഹൃദമുണ്ട് മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഞങ്ങളെല്ലാമായിട്ട് സൗഹൃദമുണ്ട്. അപ്പോഴാണ് ദ ഹിന്ദുവായിട്ട് ഒരു അഭിമുഖത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. ആ അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും അഭിമുഖം നടത്തുകയും എന്നാൽ തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തപ്പോൾ ഹിന്ദു പത്രം തന്നെ അത് ഖേദം പ്രകടിപ്പിക്കുന്നതല്ല സ്വീകരിക്കുകയും ചെയ്തതോടുകൂടി അവസാനിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത മാധ്യമ ശൃംഖല അതിശക്തിയായിട്ട് അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രചാരണം നടത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു PR സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇല്ല. ഒറ്റ ഉത്തരവേ ഉള്ളൂ. അങ്ങനെ ഒരു PR സംവിധാനം ഉണ്ടായിരുന്നില്ല. ഈ കാര്യം അസന്നിഗ്ധമായി സഖാവ് പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ദഹിക്കുന്ന ന്യായീകരണമോ എന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയുന്നതാണ് ദേവകുമാർ. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് അതേപടി ആവർത്തിക്കുകയാണ് MV ഗോവിന്ദൻ. പക്ഷേ മറുചോദ്യങ്ങളോട് ചിരിച്ചുകൊണ്ട് എങ്ങനെയാണോ മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങളെ നേരിട്ടത്, ഏകദേശം അതേ രീതി തന്നെയാണ് ഇന്ന് MV ഗോവിന്ദനും സ്വീകരിക്കുന്നത്. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നില്ലെന്ന് മാത്രമല്ല, PR വിവാദം ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഉത്തരമില്ലാതെ ദഹിക്കുന്ന ന്യായീകരണമായിരുന്നു. ഒട്ടും ദഹിക്കുന്ന ന്യായീകരണമല്ല. മൊത്തത്തിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യവും ഇപ്പോൾ PR ഏജൻസി മാത്രമല്ലല്ലോ, ADGPയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായി. ഒന്നും ദഹിക്കുന്ന ന്യായീകരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കാര്യങ്ങളെ പരിഹസിച്ച് അവഗണിക്കൽ ഒരു നല്ല തന്ത്രമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഗൗരവത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ ചിരിച്ചു തള്ളുന്ന ഒരു പുതിയ രീതി മുഖ്യമന്ത്രി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് മുഖ്യമന്ത്രിക്ക് ചിരിയില്ല എന്നുള്ളതായിരുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ പരാതി. ആ ചിരിയാണ് അവസാനിപ്പിച്ചത്. ആ ചിരി എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ചോദ്യത്തിന് മറുപടി നൽകാതെ ചിരിച്ചു കളയുന്നതാണ്. ആ ചിരിയല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളെയൊക്കെ മാറ്റി മറിച്ച് സംസാരിക്കാനൊക്കെ പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സുബ്രഹ്മണ്യൻ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകനായിരുന്നു എന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിച്ചു അത്രേ. അപ്പോൾ പാർട്ടി സഖാവിൻ്റെ മകനാണ്, നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തിന് നേരത്തെ DYFIയിലും SFIയിലും ഒക്കെ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പാസ്റ്റർക്ക് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാത്ത ഒരാളാണോ ഈ വാർത്താ സമ്മേളനത്തിൽ ശോഭനയ്ക്കൊപ്പം വന്നത്? അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വാർത്താ സമ്മേളനത്തിൽ PR ഏജൻസി ഇല്ല, ഇൻ്റർവ്യൂവിന് PR ഏജൻസി ഇല്ല. ഇൻ്റർവ്യൂവിന് ശോഭന K നായർ നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പാർട്ടിയിൽ നിന്ന് വന്ന വിശദീകരണം. പിന്നീട് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് 2 പേരുണ്ടായിരുന്നു, മൂന്നാമത്തെ ആൾ പിന്നീട് കയറി വന്നതാണ് എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ പ്രതിനിധികൾ തന്നെ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ എങ്ങനെയാണ് ഈ കേരള ഹൗസിലേക്ക് ഒരു അഭിമുഖത്തിന് മുഖ്യമന്ത്രിയെ കാണാൻ അവിടത്തേക്ക് കടന്നു പോകേണ്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഗേറ്റ് മുതൽ തുടങ്ങിയാണ് അല്ലേ. അവിടെ രജിസ്റ്റർ ഒപ്പിടണം, അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡ് ഏതൊക്കെ തലങ്ങളിൽ എന്ന് ചോദിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. മാത്രമല്ല നമ്മൾ തന്നെ ഇവിടെ കണ്ടിട്ടുള്ളതല്ലേ, പോലീസ് അകമ്പടിയോടുകൂടി എത്ര പോലീസുകാരുടെ സുരക്ഷയിലാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. മുഖ്യമന്ത്രി അങ്ങ് നേരിട്ട് കണ്ട് ഒറ്റയ്ക്ക് ചെന്നങ്ങൾ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇരിക്കുന്നിടത്താണ് വന്ന ആളെ അറിയില്ല, മൂന്നാമതൊരാൾ കയറി വന്നു എന്ന് പറയുന്നത്. ഇനി പോട്ടെ, ഹിന്ദുവിൻ്റെ ഖേദപ്രകടനം അത് അംഗീകരിക്കുന്നു. നിങ്ങൾക്കൊന്നും കഴിയാത്ത കാര്യം ഹിന്ദുവിന് ചെയ്തല്ലോ. അവിടെയും മാധ്യമങ്ങളെയാണ് അപഹസിക്കുന്നത്. ശരി, ഇവിടെ പല മാധ്യമങ്ങളും തെറ്റുപറ്റിയാൽ കുറ്റം സമ്മതിക്കാറില്ല. അങ്ങനെ കുറ്റം സമ്മതിച്ച് ഹിന്ദുവിനെ
അഭിനന്ദിക്കുന്നു. അത് ആ ഖേദപ്രകടനം സ്വീകാര്യമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ സ്വീകാര്യമാകുന്നു. പക്ഷേ PR ഏജൻസിയിലെ ഹിന്ദു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഖേദപ്രകടനത്തിൽ ആദ്യ വരി PR ഏജൻസിയാണ് തങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ ശരിയാക്കി തന്നതാണ്. അപ്പോൾ PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആരാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കാൻ ഈ മലപ്പുറമെന്നും ദേശവിരുദ്ധ പ്രവർത്തനമെന്നും കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചത്? അങ്ങനെ ഒരു ചോദ്യമില്ലേ? അങ്ങനെ ഒരു പരാതിയില്ലേ? അതിലൊരു അന്വേഷണം വേണ്ടേ? ഇവിടെ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുക്കും അല്ലേ? അത്രയ്ക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് ഏതൊക്കെ കാര്യങ്ങൾ കേസെടുത്തിട്ടുണ്ട്? സർക്കാരിനെ വിമർശിച്ച വാർത്തകൾക്ക് മാധ്യമപ്രവർത്തകയ്ക്കെതിരെ വരെ കേസെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? പെൺകുട്ടികൾക്കെതിരെ ഒരു കേസെടുക്കുന്നില്ല. ആ കാര്യത്തിൽ മറുപടിയില്ല. രാഷ്ട്രീയ നിലപാടാണ് അത്. രാഷ്ട്രീയ നിലപാടാണ്, കൃത്യം രാഷ്ട്രീയം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താണ് രാഷ്ട്രീയമില്ലാത്തത്? ഇപ്പോൾ നോക്കൂ, RSS ADGP ബന്ധം കൂടിക്കാഴ്ച ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ ജമാഅത്തെ ഇസ്ലാമി എടുത്തിടുകയാണ്. അതാണോ മറുപടി? ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ എന്ത് ത്രെട്ടാണ് വരുത്തുന്നത്? ജമാഅത്തെ ഇസ്ലാമി സ്ലീപ്പിംഗ് സെല്ലായി പ്രവർത്തിക്കുന്നു UDF എന്നുള്ള വാദം ഇപ്പോൾ പറയേണ്ടതിൻ്റെ സാങ്കത്യം എന്താണ് മനസ്സിലാകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തോട് നമുക്ക് അതിനോട് യോജിക്കുന്നില്ല. ശരി, മതരാഷ്ട്രവാദം പറയുന്നു. അപ്പുറത്ത് RSS മതരാഷ്ട്രവാദമാണ് പറയുന്നത്. RSSനെ പറ്റി ചോദിക്കുമ്പോൾ അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് ആരെ തൃപ്തിപ്പെടുത്താനാണ്? അതാണ് ചോദ്യം. RSSനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുന്നത് ആരാണ്? സാധാരണഗതിയിൽ ആരാണ് പറയാറ്? അവരുടെ അതേ വാദങ്ങൾ എടുത്തു പറയുന്നു. എന്തിനു പറയുന്നു? RSS ADGP കൂടിക്കാഴ്ച തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ ഈ മണിക്കൂറിലും മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. CPI പറയുന്നു ഞങ്ങൾ ഇനി പ്രതിപക്ഷത്തിന് വേണ്ടി പ്രതിപക്ഷ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങളില്ല. നാണം കിട്ടുമോ CPIക്ക് ഈ സഭാ സമ്മേളനത്തിൽ എത്തുന്ന സമയത്തെങ്കിലും അതിനു മുമ്പെങ്കിലും ഒരു തീരുമാനം കിട്ടിയില്ലെങ്കിൽ നാണം കിട്ടാൻ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ടാണ് CPI അത് പറയുന്നത്. അപ്പോൾ പുറത്ത് പ്രതികരിക്കുന്നു, ജനയുഗത്തിൽ ലേഖനങ്ങൾ എഴുതുന്നു, പോയി കണ്ട് പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും റിപ്പോർട്ട് വരട്ടെ എന്നാണ് പറയുന്നത്. എന്ത് റിപ്പോർട്ടാണ് വരേണ്ടത്? ADGP പറയുന്നു RSS നേതാക്കളെ കണ്ടിട്ടുണ്ട്, വ്യക്തിപരമായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞ കാര്യത്തിൽ കണ്ടോ എന്ന് അന്വേഷിക്കുന്നത് എന്തിനാന്നേ? രാഷ്ട്രീയ മറുപടി ഉണ്ടോ? രാഷ്ട്രീയമായ നടപടിയാണ് അന്വേഷിക്കേണ്ടത്, അല്ലാതെ നിയമപരമായ ഒരു നടപടിയും സാധ്യമല്ല. RSS നേതാക്കളെ ഒരു ഉദ്യോഗസ്ഥൻ പോയി കണ്ടു കഴിഞ്ഞാൽ എന്ത് നടപടിയാണ് സാധ്യമാകുക? സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് പിന്നെയും നമ്മളോട് പറയേണ്ട കാര്യമില്ല. അതാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണ് പിന്നെയും പറയുന്നത്? ഇത് നോക്കൂ, ഈ മലപ്പുറം ദേശവിരുദ്ധ പ്രവർത്തനം എന്നീ കാര്യങ്ങൾ നേരത്തെ തന്നെ വാർത്താക്കുറിപ്പുകളായി ഡൽഹിയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് PR ഏജൻസികൾ വഴി. അപ്പോൾ ഒരു PR ഏജൻസിയിലെ വിവിധ PR ഏജൻസികൾ ഇവർക്കൊക്കെ ഇടയിൽ പ്രവർത്തിച്ചത് ഈ പറയുന്ന സുബ്രഹ്മണ്യൻ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തനാണെന്ന് മുഖ്യമന്ത്രി സംശയിച്ചിരിക്കുന്ന ഈ പാർട്ടി സഖാവിൻ്റെ മകനാണെന്നുള്ള വിവരം പുറത്തു വന്നല്ലോ. നമ്മൾ തന്നെ പുറത്തുവിട്ട വാർത്തയുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 2 പേർ തയ്യാറാക്കിയത്. ഒരാൾ എഴുതുന്നു, മറ്റൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണിത് പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് ഉറവിടം കണ്ടെത്തണ്ടേ? ഉറവിടം പറയുമോ? എന്തുകൊണ്ടാണ് അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? അവിടെ തന്നെയാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് പോകണമെന്നേ. ഇന്നും ഇന്നലെ മുഖ്യമന്ത്രിയും അതിനോട് ചിരിച്ച് അവഗണിച്ചു. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയും എന്തന്വേഷണം, എന്ത് നോക്കാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മറുപടി പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ അത് വളരെ നിസ്സാരമായ കാര്യങ്ങളാണെന്ന മട്ടിൽ പറയുമ്പോൾ ഇപ്പുറത്ത് ജനവും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. PV അൻവറിനെ പിന്തുണയ്ക്കുന്നവരെല്ലാവരും SDPIക്കാരാണ്. അവിടെ വന്നിരിക്കുന്ന 10,000 മുഴുവൻ SDP. ഇത്രയും SDPIക്കാരുണ്ടോ കേരളത്തിൽ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത്രയും SDPIക്കാർ ഇവിടെ ഉണ്ടായത്? അപ്പോൾ പാർട്ടി വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടല്ലേ ഇവരിങ്ങനെ കൂടുന്നത്? ഇവരുടെ എണ്ണം ഇവരിലേക്ക് ആകർഷിക്കപ്പെട്ട് കൂടുതൽ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? അങ്ങനെ ഒരു പരിശോധനയുണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ഇത്രയും ഇന്നലെ വരെ കൂടെ നടക്കുമ്പോൾ അയാൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും അയാളുടെ ഒരു നല്ല രീതിയായിട്ട് തന്നെ എടുക്കുന്നു. അത് രാഹുൽ ഗാന്ധിക്കെതിരെ DNA പരാമർശമായാലും കൊടുത്തപ്പോൾ കിട്ടിയതല്ലേ, കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിട്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അങ്ങനെ കൊടുക്കാനുള്ള ഒരാളായിട്ട് അവിടെ നിന്നു. പിന്നെ തിരിച്ചു കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുഴപ്പക്കാരനായി. ഇത്രയും കുഴപ്പമായിരുന്നു. ഇന്നും കള്ളക്കടത്തിൻ്റെ ആളായിട്ടാണ് എന്നും പറയുന്നത്. പാർട്ടി സെക്രട്ടറി അങ്ങനെ തന്നെയാണ് പറയുന്നത്. നോക്കൂ, P ശശിയുമായി ബന്ധപ്പെട്ട് നോക്കൂ. P ശശിക്കെതിരെ ഈ പരാതി നൽകിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ടെന്ന ചോദ്യം വന്ന സമയത്ത് കത്ത് കൊടുത്തതിന് ശേഷം പാർട്ടി സെക്രട്ടറി എന്താണ് പറയുന്നത്? അത് പാർട്ടി പരിശോധിക്കും അല്ലേ? ഇതല്ലേ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ പറയുന്ന വാക്ക് എന്താണ്? ശശിക്കെതിരെ തെളിവില്ല. ശശിക്കെതിരെ തെളിവ് കൊണ്ട് കൊടുക്കാൻ ഇദ്ദേഹത്തിന് പറ്റും. അത് അൻവർ തന്നെ പറയുന്നുണ്ട്. ആ സ്ത്രീകളൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. ഒരു ആരോപണം പാർട്ടിയുടേതായ അന്വേഷണ രീതിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ തെളിവ് ഇല്ല, അപമാനിക്കാനുള്ള വാദങ്ങളാണെന്ന്. അപ്പോൾ അന്ന് അത് തോന്നിയില്ല, അപമാനിക്കാനുള്ള വാദങ്ങളാണെന്ന്. അപ്പോൾ ഈ കത്ത് പുറത്തേക്ക് വിട്ടതോടുകൂടി
അതിൽ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്കും മനസ്സിലായല്ലോ. അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെയൊക്കെ സ്വഭാവം, അതിൻ്റെ തെളിവ്, ഇതൊക്കെ അൻവർ തന്നെ പറയേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ അൻവറിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പാർട്ടി എന്ത് പരിശോധിച്ചൊന്നും അറിയേണ്ട കാര്യമുണ്ട്. പാർട്ടിക്ക് എപ്പോഴാണ് അൻവർ ഇത്രയും വലിയ കുഴപ്പക്കാരനായത്? ഇന്നലെ വരെ കൂടെ നിന്നപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഇപ്പോൾ ചില പോലീസ് സംവിധാനത്തിലെ പുഴുക്കുത്തുകളെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് പൊള്ളുന്നത്? ആർക്കാണ് പൊള്ളുന്നത്? ഈ പൊള്ളൽ ഏൽക്കുന്നത് മുഖ്യമന്ത്രിക്കാണോ? ആ പൊള്ളൽ പിന്നെ പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും പാർട്ടി സെക്രട്ടറിയിലേക്കും പടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ പ്രതിരോധിക്കാൻ പോകുന്ന ഈ പാർട്ടി സമ്മേളനങ്ങൾ? എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാൻ പോകുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദഹിക്കുന്നില്ല എന്ന് തന്നെയല്ലേ? ദഹിക്കുന്നില്ല. എന്നാൽ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. വെൽക്കം ബാക്ക്. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയത് ദഹിക്കുന്ന ന്യായീകരണമാണോ എന്നതാണ് ചോദ്യം. തീർച്ചയായും അത് ദഹിക്കുന്ന ന്യായീകരണമല്ല എന്ന് മാത്രമല്ല, പറഞ്ഞു വീണ്ടും പാർട്ടി സെക്രട്ടറി കൂടി PR വിഷയത്തിൽ കുടുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തൃപ്തികരമായൊരു ഉത്തരം നൽകാൻ ഇന്നലെ മുഖ്യമന്ത്രിക്ക് കഴിയാത്തതുപോലെ ഇന്ന് പാർട്ടി സെക്രട്ടറിക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത്, ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പരിക്ക് നേരത്തെ ഉണ്ടാക്കിയിരുന്ന പരിക്കുകളേക്കാൾ കൂടുതൽ മാരകവും ആ ആഘാതശേഷി കൂടുതൽ കൂടിയതുമായിരിക്കും. നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസ്താവന. അന്നതൊരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒന്നാണ്, അഥവാ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട പാർട്ടിക്ക് വലിയ പോറലേൽക്കാതെ പോയ ഒന്നാണ്. എന്തായിരുന്നു ആ പ്രസ്താവന? ഇന്ന് ആ പ്രസ്താവന വന്നാൽ എത്രമാത്രം അതിരൂക്ഷമായ ഒരു പ്രതികരണമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. അന്ന് ഇങ്ങനെ പോയാൽ കേരളം എന്ന സംസ്ഥാനം താമസിയാതെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി തീരും എന്നൊരു പ്രസ്താവന നടത്തുന്നത്, കൂടാതെ SSLC വിജയശതമാനം മലപ്പുറത്ത് കൂടുതലാണ് എന്ന ഒരു പ്രസ്താവന വരുന്നത്, കൂടാതെ VS പറയാത്തൊരു വാചകം VSൻ്റെ വായിൽ തിരികെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തുന്നത്, അത് ആ ഘട്ടത്തിലായിരുന്നത് കൊണ്ട് അതിൻ്റെ ആഘാതശേഷി താരതമ്യേന പരിമിതമായിരുന്നു. എന്നാൽ കാലഘട്ടം മാറി, സാമൂഹിക മാധ്യമങ്ങൾ വളരെ ശക്തി ആർജിച്ചു, നമ്മുടെ സമൂഹം വളരെ ധ്രുവീകരിക്കപ്പെട്ട അവസ്ഥയിലേക്കെത്തി. വർഗീയമായി വളരെ സെൻസിറ്റീവായി, ഒരു ചെറിയ തീപ്പൊരി പോലും ഒരു വലിയ അഗ്നിയായി മാറാൻ ശേഷിയുള്ള വളരെ സെൻസിറ്റീവായ ഒരു സമൂഹമായി നമ്മൾ ചുരുങ്ങുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും പല തലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടാം. അതിന് പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള മാധ്യമ ശൃംഖല ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ന്യൂനപക്ഷ പിന്തുണ കണ്ട് വിരളി പിടിച്ചിരിക്കുന്ന മഴവിൽ സഖ്യവുമായി ചേർന്ന് ആക്രമിക്കാനുള്ള ഇട നൽകുന്നതാകരുത്. അതായിരിക്കണം പാർട്ടിയുടെ ജാഗ്രത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപക്ഷെ 10 വർഷത്തിന് മുമ്പ് ഇത്തരം വിഷയങ്ങളിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടല്ല, പാർട്ടി സ്വീകരിക്കേണ്ട ജാഗ്രതയല്ല, വർഗീയത എന്നുള്ളത് ഒരു ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരമായി തീർന്നിരിക്കുന്ന കഴിഞ്ഞ 2014 ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ പാർട്ടി ഉപയോഗിക്കേണ്ട പ്രതിരോധം. അതുകൊണ്ട് തന്നെ ചിരിച്ചു തള്ളിക്കളയാൻ പറ്റിയ ഒരു വിഷയമേ അല്ല ഹിന്ദു പത്രത്തിൽ വന്നിരിക്കുന്ന മലപ്പുറം പരാമർശം. അതെന്തുകൊണ്ടെന്നാൽ, ഞാൻ സൂചിപ്പിച്ചല്ലോ, VS അച്യുതാനന്ദൻ പറഞ്ഞ വാചകത്തെ സംബന്ധിച്ച് നോക്കിയാൽ, അതിനെ താരതമ്യപ്പെടുത്തിയാൽ ആ വാചകത്തോളം പോന്ന അപകടകരമായൊരു വാചകമല്ല പിണറായി വിജയൻ്റേതായി ഹിന്ദുവിൽ വന്നിരിക്കുന്നത്. പക്ഷേ അപകടമെന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ വളരെ സെൻസിറ്റീവായി ഈ വിഷയം പ്രതീക്ഷിക്കാവുന്നതിലുമപ്പുറം പല നിലകളിലേക്ക് വ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുള്ള വലതുപക്ഷ മാധ്യമങ്ങളുണ്ട്, അവരുടെ പ്രചരണായുധങ്ങൾ വളരെ സജീവമാണ്. ആ പ്രചരണായുധങ്ങൾക്ക് മുന്നിലേക്ക് അത്തരമൊരു വാചകം ഇട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. ഇനിയാണ് ചോദ്യമുണ്ടാവുന്നത്, ഇവിടെ എവിടെയായി ഈ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഇത് വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത്? ദയനീയമായ പരാജയപ്പെടുന്നത് ഒരൊറ്റ ചോദ്യത്തിലാണ്. ആ ചോദ്യം തന്നെയാണ് ഇന്നലെ നമ്മളും ആവർത്തിച്ചത്. ദ ഹിന്ദു പത്രം മാപ്പപേക്ഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ നൽകിയ വിശദീകരണത്തെ പാർട്ടി തള്ളുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മുഖ്യമന്ത്രിയുടേതായി സംസ്ഥാനത്തിൻ്റെ വർഗീയമായിട്ട് അതിനെ ധ്രുവീകരിക്കുന്ന രീതിയിൽ, അതിൻ്റെ സാമൂഹികമായിട്ടുള്ള സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന തരത്തിൽ, മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടേതായി തിരികെ പത്രത്തിൽ ഒരു വ്യാജ വാർത്ത കൊണ്ടുവന്നതിന് ഉത്തരവാദിത്വമാർക്കാണ്? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ആ മലപ്പുറം പരാമർശം പാർട്ടിയെയും മുന്നണിയെയും ഏൽപ്പിക്കുന്ന പരിക്കിൻ്റെ ഉത്തരവാദിത്വമാർക്കാണ്? ഈ ഒരൊറ്റ ചോദ്യമേ കേരളത്തിൽ. ആ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കല്ലെങ്കിൽ, മുഖ്യമന്ത്രി പറയുന്നു എനിക്കല്ല, ശരി, അത് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം എന്താ? പത്രം പറയുന്നു. പത്രം പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി അതിൽ നിന്ന് താൽക്കാലികമായി രക്ഷിക്കപ്പെട്ടു.
പക്ഷേ അങ്ങനെയാണെങ്കിൽ കേരളത്തിനെ വർഗീയമായി ധ്രുവീകരിക്കാവുന്ന ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ കിടനൽകുന്ന രീതിയിൽ അങ്ങനൊരു പ്രസ്താവന പത്രത്തിന് മുഖ്യമന്ത്രിയുടേതെന്ന രീതിയിൽ എഴുതി നൽകിയതാരാണ്? അയാൾ ഒരു കാരണവശാലും പാർട്ടിയുടെ സഹയാത്രികനായിരിക്കില്ലല്ലോ. അയാൾ ഈ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കാനായിരിക്കില്ലല്ലോ. അയാൾ ഈ LDFിൻ്റെ നയത്തെ സംരക്ഷിക്കാനായിരിക്കില്ലല്ലോ. അങ്ങനെ ഒരാളെ എന്തിനാ പാർട്ടി സംരക്ഷിക്കുന്നത്? എൻ്റെ അടിസ്ഥാനമായ ചോദ്യം ഇതേ ഉള്ളൂ. ഇത് പാർട്ടിയുടെ നയമേ അല്ലല്ലോ. പാർട്ടിക്ക് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതെന്നൊരു നിലപാടില്ല. മാത്രവുമല്ല, പാർട്ടി തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് കണക്കെടുത്ത് നോക്കിയാൽ പോലും കേരള സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ജില്ലയല്ല മലപ്പുറം. 4ാമതാണ് നിൽക്കുന്നത് മലപ്പുറം. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് 4ാം സ്ഥാനത്ത് മാത്രമാണ് മലപ്പുറം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ മുന്നിലല്ല. ഇനി ഹവാലയുടെയും സ്വർണ്ണക്കടത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാര്യത്തിലാണെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം വഴി എന്നത് വളരെ വ്യക്തമായ വിശദീകരണമാണ്, അത് ദഹിക്കുന്ന ന്യായീകരണമാണ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന ഹവാലയും സ്വർണ്ണക്കടത്തിൻ്റെയും കുറ്റകൃത്യങ്ങൾ കൂടുതലാണെന്നും ആ കുറ്റകൃത്യത്തിന് ഉപയോഗിക്കുന്ന പണം ആൻറ്റി നാഷണൽ ആൻറ്റി സ്റ്റേറ്റ് ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള അപകടകരമായ വാചകം, ആ വാചകം മുഖ്യമന്ത്രിയുടേതായി എഴുതി വെച്ചയാളെ, അങ്ങനെ പാർട്ടിക്കും മുന്നണിക്കും പരിക്കേൽ പറ്റിച്ചയാളെ എന്തുകൊണ്ടാണ് അന്വേഷണത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? എന്തുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിക്കാൻ കഴിയാത്തത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് PV അൻവറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ കൗണ്ടർ പ്രൊപ്പഗാൻഡയുടെ മറുപ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ സാധാരണ പ്രചരണവേലയെക്കുറിച്ച് പ്രൊപ്പഗാൻഡയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ 2 പ്രധാനപ്പെട്ട രീതികളെക്കുറിച്ച് പഠിക്കും. അതിലൊന്ന് ഗിൽട്ട് ബൈ അസോസിയേഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന ഒരാളുമായിട്ട് നിങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്നയാളെ ബന്ധപ്പെടുത്തുക. അങ്ങനെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വാദങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടതില്ല. കാരണം നിങ്ങൾ ആരായി? നിങ്ങളൊരു എതിർഭാഗത്ത് നിൽക്കുന്ന, നമ്മൾ സമൂഹം അംഗീകരിക്കാത്ത ഒരു കുറ്റവാളിയുടെ ഭാഗമായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ ഉന്നയിക്കുന്ന വാദങ്ങൾ എത്ര ശക്തിയുള്ളതാണെങ്കിലും എത്ര ന്യായമാണെങ്കിലും എത്ര യുക്തിഭദ്രമാണെങ്കിലും ആ വ്യക്തിക്ക് പിന്നെ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്നില്ല. PV അൻവർ മറുപടി പറഞ്ഞു തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സെപ്റ്റംബർ 13-ാം തീയതി തന്നെ ദില്ലിയിലെ മാധ്യമമുറികളിലേക്ക് എത്തിയ പ്രസ് റിലീസിൽ എന്താ പറയുന്നത്? മലപ്പുറം ജില്ലയിൽ ഈ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു, ഇതൊരു മാഫിയ കേന്ദ്രമാണ് എന്ന മട്ടിലുള്ള പ്രസ് റിലീസുകൾ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ എത്തിച്ചതിനു പിന്നിൽ ഈ മാഫിയയെ സംരക്ഷിച്ചു പിടിച്ചു നിൽക്കുന്നയാളാണ് PV അൻവർ എന്ന ഗിൽട്ട് ബൈ അസോസിയേഷൻ വഴി, അഥവാ അങ്ങനെ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി വാദിക്കുന്നയാളാണ് എന്നൊരു പ്രതിച്ഛായ PV അൻവറിന് കൊടുക്കാനും PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ പരിക്ക് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡ മൂവ്. ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടു തന്നെ എന്നാണ് നമ്മുടെ പ്രതിനിധി PR സുനിൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട 2 പൊസിഷനുകളിൽ ഇരിക്കുന്നവരാണ് ഈ കൗണ്ടർ പ്രൊപ്പഗാൻഡ മൂവിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കുടുങ്ങിയത് ഇവിടെയാണ്. അതായത് ഈ കൗണ്ടർ പ്രൊപ്പഗാൻഡ അഥവാ ഈ മറുപ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു ഗിൽട്ട് ബൈ അസോസിയേഷൻ്റെ ഒരു പ്രചരണ തന്ത്രം ഉപയോഗിക്കുമ്പോൾ അതിന് കരുവാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യനെ. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഈ സുബ്രഹ്മണ്യൻ പ്രവർത്തിക്കുകയും അഥവാ ഈ അഭിമുഖം തരപ്പെടുത്തി കൊടുത്തത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ആഗ്രഹപ്രകാരമാണെങ്കിൽ ഈ സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്യുകയോ സുബ്രഹ്മണ്യനെ എക്സ്പോസ് ചെയ്യാനോ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ഫ്രീലാൻസ് പത്രപ്രവർത്തകനാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത്. റിലയൻസിൻ്റെ കോർപ്പറേറ്റ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന, കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന, അതുമായി ബന്ധപ്പെട്ടുള്ള മാവൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഐപാക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. സംസ്ഥാനത്തിന് പുറത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിരുന്നയാളാണ്. അദ്ദേഹം ഒരു പബ്ലിക് പോളിസിയിൽ ബിരുദമെടുത്തതിന് ശേഷം ഇത്തരം ഐപാക്ക് പോലുള്ള സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം ഒരു കാലത്തും ഒരു ഫ്രീലാൻസ് പത്രപ്രവർത്തകനായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മറുപ്രചരണ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് PV അൻവറിനെ അടിക്കാൻ ഉപയോഗിച്ച അടി ഒരു ബൂമറാങ്ങായി തിരിച്ചു കൊള്ളുമ്പോൾ അതിന് ഒരു വിശദീകരണം നൽകുക സാധ്യമല്ല. കാരണം ഈ കൗണ്ടർ പ്രൊപ്പഗാൻഡ മറുപ്രചരണ വേല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഗ്രഹിച്ചിരുന്നതാണ്. അതിൽ ആ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യൻ നിറവേറ്റിയത്. പക്ഷെ സുബ്രഹ്മണ്യൻ നിറവേറ്റിയപ്പോൾ അതിലൊരു വാചകം പിശകായിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. ആ വാചകമാണ് ദ മണി ഈസ് എൻറ്ററിംഗ് ഇൻ ടു കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്നായി തീർന്നത്.
മാത്രമല്ല അവിടെ കരിപ്പൂർ വിമാനത്താവളം എന്നുള്ളത് ഇല്ലാതാവുകയും ചെയ്തു. അതോടുകൂടി അതിന് മാരകമായൊരു പ്രഹരശേഷിയുണ്ടായി. ആ പ്രഹരശേഷിയുടെ ഫലം ഇന്ന് സമസ്തയുടെ നേതാവ് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുത CPM-നില്ല. അതാണ് വ്യക്തമാകുന്നത്. മനഃപൂർവമായ പ്രതികരണം എന്നാണ്. മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിട്ടും ദ ഹിന്ദു പത്രം അത് വിശദീകരിച്ചിട്ടും സമസ്തയിലെ ഒരു വിഭാഗം ഇപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഹരശേഷി എത്രത്തോളമുണ്ട് എന്നത് പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി മറ്റൊരു ഓമനപ്പേര് കൂടി ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ SDP-യും വെൽഫെയർ പാർട്ടിയുമായും ജമാഅത്തെയുമായും PVNനെ ബന്ധിപ്പിക്കുന്നതും ഈ ഗിൽട്ട് ബേ അസോസിയേഷനാണ്. കാര്യം SDP ഒരു തീവ്രവർഗീയ പ്രസ്ഥാനമാണെന്നും ജമാഅത്തെ ഒരു മൗദൂദി മതരാഷ്ട്രവാദം പറയുന്ന ഒരു വർഗീയ സംഘടനയാണെന്നും സ്ഥാപിക്കുക വഴി PVNന്റെ പിന്തുണ ഇവരുടേതാണെന്ന് പറയുമ്പോൾ പിന്നെ PVN ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അപ്രത്യക്ഷമാകും. അവിടെയാണ് ADGPയും RSS ബന്ധം പിന്നീട് മറുപടിയില്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇന്ന് പാർട്ടി സെക്രട്ടറി നൽകിയ വിശദീകരണവും ന്യായീകരണവും ദഹിക്കുന്നതല്ല. ഒരു കാര്യം കൂടി, ADGP RSSുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിലും കുടുങ്ങി നിൽക്കുന്നത് സാങ്കേതികത്വത്തിൻ്റെ പേരിൽ അതിനെ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി. പക്ഷേ പ്രകാശ് ബാബു ആവർത്തിച്ചു പറയുന്നത് വേണ്ടത് ഭരണപരമായ ഒരു മാറ്റമല്ല, ഭരണപരമായൊരു തീരുമാനമല്ല, വേണ്ടത് രാഷ്ട്രീയമായൊരു തീരുമാനമാണ്. ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ആഗ്രഹപ്രകാരം അധികാരസ്ഥാനത്തിരിക്കുന്നവരെ മാറ്റുന്നത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല, അത് ഭരണത്തിൽ ഒരു തെറ്റായ മാതൃക സൃഷ്ടിക്കുമെന്നുള്ളതാണ്. ആര് പറഞ്ഞു ADGP സ്ഥാനത്ത് നിന്ന് മാറ്റാൻ? ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ തന്നെയല്ലേ വിജിലൻസിൻ്റെ തലപ്പത്തിരുന്നപ്പോഴും ഈ ഷാജി കിരണിനെ ബന്ധപ്പെടുന്ന സാഹചര്യത്തിലും ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് കൊണ്ടല്ലേ അദ്ദേഹത്തെ അവിടെ നിന്നും സിവിലിയൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു താരതമ്യേന അപ്രധാനമായൊരു പോസ്റ്റിലേക്ക് മാറ്റിയത്. അതുകൊണ്ടൊരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി മാറ്റാൻ കഴിയുന്ന തീരുമാനത്തെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം ആയി എടുക്കേണ്ട ഒരു തീരുമാനത്തെ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ, റിപ്പോർട്ടിൻ്റെ പേരിൽ വൈകിപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും നാളെയോ മറ്റന്നാളോ ADGPയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവും. ആ തീരുമാനമുണ്ടാവുമ്പോൾ അതൊരു രാഷ്ട്രീയ തീരുമാനമെന്ന് പറയരുത്. കാര്യം അത് ഭരണപരമായ തീരുമാനമാണ്. രാഷ്ട്രീയ തീരുമാനം പറഞ്ഞത് CPI ആണ്. CPM-ന് ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. അത് ന്യായീകരിക്കാനും അത് ദഹിക്കാനും ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ അത് ദഹിക്കുന്ന ന്യായീകരണമേ ആയിരുന്നില്ല. ആൻറ്റോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്താത്തൊരു പരാമർശം വർഗീയ ദുരീകരണം ലക്ഷ്യമിട്ടുകൊണ്ടൊരു ഒരു പത്രം അത് പ്രസിദ്ധീകരിച്ചാൽ ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയാൻ CPM-നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാത്രമേ പറ്റുള്ളൂ. വേറെ ഒരാൾക്ക് പറ്റില്ല. കാരണം ഇത്രയും അധികം മലപ്പുറം പോലെ ഒരു ജില്ല, ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയിൽ പരാമർശം നടത്തിയിട്ട് അത് മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യം ഇങ്ങനെയല്ല, അത് ഒരു PR ഏജൻസിയാണെന്ന് ആ പത്രം പറയുന്നു. ഈ പറഞ്ഞ മുഖ്യമന്ത്രി അത് PR ഏജൻസി ഇല്ല എന്ന് പറയുന്നു. പത്രം PR ഏജൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ PR ഏജൻസി ഉണ്ടെന്നല്ല, അവരാണല്ലോ അത് പ്രസിദ്ധീകരിച്ചത്. അത് മുഖ്യമന്ത്രി എഴുതി തന്നതല്ല, മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞതല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കില്ലല്ലോ എന്നേ. അതിനെ ന്യായീകരിച്ചിട്ട് പാർട്ടി ഇറങ്ങുകയല്ലേ. ആ പാർട്ടി ഇറങ്ങുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എനിക്കാന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്ന് പറഞ്ഞത്. പണ്ട് അങ്ങനെയല്ല CPM പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടതുപക്ഷത്തെ ചിന്താഗതി അങ്ങനെയായിരുന്നില്ല, ഇടതുപക്ഷത്തെ നിലപാട് അങ്ങനെയായിരുന്നില്ല. ഭൂരിപക്ഷ വർഗീയതയുടെ ഉപോൽപ്പന്നമാണ് ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ എന്തു പറയുന്നു? ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കേണ്ടതാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ ഒഴിവാക്കി പോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള നിലയിലേക്ക് ഈ പ്രസ്ഥാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, RSSനെ കുറിച്ച് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് പറയും, ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ RSSനെ കുറിച്ച് പറയും. ഇത് തമ്മിൽ എങ്ങനെയാണ് യോജിച്ച് പോകുന്നത്? പണ്ട് ഈ പറയുന്ന TP സെൻകുമാറുമായി ബന്ധപ്പെട്ട BJP ആയിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ അകത്ത് TP സെൻകുമാറെ മാറ്റി നിർത്താൻ തീരുമാനിച്ച സമയത്ത് ശക്തമായി പോരാടിയ പാർട്ടിയല്ലേ എന്നത്. അതിനെന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതി പോയപ്പോഴും നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ്. അന്നേരം എന്താണ് DGP സ്ഥാനത്തേക്ക് തിരിച്ചു വന്നപ്പോഴും ഈ പറഞ്ഞ ടോമിൻ തച്ചങ്കരിനെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ തലപ്പത്ത് വെച്ച് അപ്രഖ്യാപിത വിലക്ക് വരുത്തിയ പാർട്ടിയല്ലേ ഇത്? അപ്പം ഇവർക്കിത് ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടാണോ? സംരക്ഷിക്കുക എന്നുള്ളത് ഒറ്റ ലക്ഷ്യം മാത്രമാണ്. അതുകൊണ്ടാണ് CPI പറഞ്ഞിട്ട് അനങ്ങുന്നുണ്ടോന്നേ, RJD പറഞ്ഞിട്ട് അനങ്ങുന്നുണ്ടോ? ഘടകകക്ഷികളെല്ലാവരും പറഞ്ഞില്ലേ, NCP പറഞ്ഞില്ലേ, അനങ്ങുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞങ്ങളുടെ നിലപാടാണ്. ആ നിലപാട് ആദ്യം മുഖ്യമന്ത്രി പറയും, അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സെക്രട്ടറി പറയും. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു തന്നെയാണെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഒരു മാറ്റം ആ കാര്യത്തിനകത്തില്ല. മുഖ്യമന്ത്രി ചോദിക്കുന്നതിന് ചിരിച്ചെങ്കിൽ ഇതും ആ ചിരിയുടെ ഭാഗമായി തന്നെ മാറി. അപ്പം
നിങ്ങൾ മാപ്പ് പറഞ്ഞില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ മാപ്പ് പറയില്ല എന്നങ്ങ് തീരുമാനിച്ചിട്ട് ആ വടിയെടുത്തിട്ട് എല്ലാവരെയും അടിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഇവർ പറയുന്നതാണ് ശരി, ഇവർ പറയുന്നതാണ് ശരി. ഒറ്റ ചോദ്യത്തിന് വേണ്ടി മാത്രം മറുപടി ആവശ്യമുള്ളന്നേ. ഈ പറഞ്ഞ പത്രം കൊടുത്ത വിശദീകരണ കുറിപ്പിൻ്റെ അകത്ത് ഒരു ഭാഗം എടുക്കുകയാണ്, എന്ത് ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന വാക്ക്. അതേ വിശദീകരണ കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ് ഇത് PR ഏജൻസി തന്ന വാക്കാണ്. അപ്പോൾ പത്രത്തിൻ്റെ ഭാഗത്ത് ശരിയാണ്, കാരണം ഇത് PR ഏജൻസി തന്ന ഒരു കാര്യം ഞങ്ങൾ ഈ പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തി. ആ ഉൾപ്പെടുത്തിയ കാര്യം ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഖേദം പ്രകടിപ്പിച്ചു. അപ്പം ഈ PR ഏജൻസി ആരുടേതാണെന്ന് പത്രം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി കൊടുത്തെന്ന് പത്രം പറഞ്ഞു കഴിഞ്ഞു. ആ പത്രം പറഞ്ഞു കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല, ഈ പറഞ്ഞ പാർട്ടിക്ക് മറുപടിയില്ല. അപ്പം വിശദീകരണ കുറിപ്പ് അംഗീകരിക്കുകയും വിശദീകരണ കുറിപ്പിനെ 2 വ്യാഖ്യാനത്തോടുകൂടി എടുക്കുകയും എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ? അതാണല്ലോ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് RSSും അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അകത്ത്. അജിത് കുമാറുമായി കേസിൻ്റെ കേസിൽ RSS മേധാവിമാരെ കണ്ടു എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞു. കാഴ്ചയ്ക്ക് ഒരു റിപ്പോർട്ട് തെറ്റില്ല. കാഴ്ചയുടെ ഭാഗം പറഞ്ഞിട്ട് ഈ പറഞ്ഞ അജിത് കുമാറിനെ മാറ്റാൻ പറ്റില്ലെന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ കുട്ടിക്ക് വരെ അറിയാം. പക്ഷേ ഒരു കാര്യം എടുക്കാം, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം. അതാണല്ലോ ഈ സെൻകുമാറിൻ്റെ കാര്യത്തിനകത്ത് ഈ പാർട്ടി സ്വീകരിച്ചത്. അതേ നിലപാടല്ലേ ഈ പറഞ്ഞ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ആവർത്തിച്ച് ഈ CPMൻ്റെ ഘടകകക്ഷികൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, LDFിലെ ഘടകകക്ഷികൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം പറഞ്ഞിട്ടല്ലേ PV അൻവർ പുറത്തു പോയത്? ഈ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടാണ് PV അൻവർ പുറത്തു പോയത്. ആ PV അൻവർ പുറത്തു പോയി കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെ തന്നെ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇന്നെന്താണ് സംഭവിക്കുന്നത്? ഇന്നും ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ADGPനെ മാറ്റും എന്നുള്ളൊരു സൂചനയിൽ വിശ്വസിച്ച് മാത്രം ഈ ഘടകകക്ഷികൾ നിൽക്കുകയെന്നേ. ഇപ്പോഴും ഈ മുഖ്യമന്ത്രിയിലോ ഈ പ്രസ്ഥാനത്തിലോ LDFിലോ വിശ്വസിച്ച് നിൽക്കുകയല്ല. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും മാറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തെ മറ്റുള്ള ഘടകകക്ഷികൾക്ക് നിലനിൽപ്പില്ല. CPI എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പറയുന്ന വിനോയ് വിശ്വത്തിൻ്റെ വാക്കിൽ നിന്ന് നമ്മൾ എത്ര പ്രാവശ്യം കണ്ടു. ഇന്ന് പാർട്ടി സെക്രട്ടറിയോട് CPIയുടെ കാര്യം ചോദിക്കുമ്പോൾ അവരുടെ നിലപാടെന്നാണ് പറയുന്നത്. അത് അവരുടെ നിലപാട്, ഇത് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ ഇതിന് ഈ പറയുന്ന ഇടതുപക്ഷത്തിന് മുഴുവൻ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാവരെയും കൂട്ടിപ്പിടുത്ത് തന്നെയാണല്ലോ. ഈ ഇടതുപക്ഷത്തിന് ഈ നിലപാടില്ലേ? അപ്പോൾ അത് അവരുടെ നിലപാട് വേറെ ഒന്ന്, ഞങ്ങളുടെ ഒരു തരം. അപ്പോൾ ഈ കൂട്ടുത്തരവാദിത്തത്തിന് ഒരു പ്രശ്നം വന്നല്ലോ. ഈ പറയുന്ന സർക്കാർ ഒരു കൂട്ടുത്തരവാദിത്ത സർക്കാരല്ലേ, അതിനൊരു പ്രശ്നം പറ്റിയില്ലേ? അതിലൊന്ന് കാരണം CPIൻ്റെ നിലപാട് ഒന്നാണെങ്കിൽ LDF CPIMൻ്റെ നിലപാട് ഒന്നാണെങ്കിൽ ഇത് 2 നിലപാടല്ല, ഒറ്റ നിലപാടല്ല, 2 നിലപാടായി മാറി. ഒറ്റ നിലപാടോടുകൂടി കൂട്ടുത്തരവാദിത്തോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് പോകേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ അകത്ത് ഈ അജിത് കുമാറിനെ മാറ്റിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ CPIക്ക് നിലനിൽപ്പില്ല, RJDക്ക് നിലനിൽപ്പില്ല, NCPക്ക് നിലനിൽപ്പില്ല. അപ്പോൾ എന്ത് മാർഗം സ്വീകരിക്കണം? ഇപ്പോൾ PV അൻവർ സ്വീകരിച്ച മാർഗം സ്വീകരിക്കേണ്ടി വരും. അതിലേക്ക് ഇവർക്ക് തള്ളിവിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ പറഞ്ഞ ഇനിയിപ്പം ഇവർ ഇന്ന് ഗോവിന്ദമാഷ് പറഞ്ഞു ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറയുകയാണ്. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് ഇവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIയും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി പറയുന്നത് ഞാൻ പിടിച്ച 2 കൊമ്പ് എന്നുള്ളത്. ഒറ്റ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപ്രഖ്യാപിത സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുന്ന ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടീനെ ബലി കൊടുക്കുന്നതാണ് ഈ കാണുന്നത് അല്ലേ? എത്ര ന്യായീകരണങ്ങളാണ്, ഒരു മാസത്തോളമായി ന്യായീകരിച്ച് ഇത് എന്ത് റിപ്പോർട്ടാണ് വരണ്ടേ? ഒറ്റ റിപ്പോർട്ട് മാറ്റാനാണെങ്കിൽ ഈ DGP കൊടുത്ത റിപ്പോർട്ടിലുണ്ടല്ലോ ഇദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത്, അത് അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തില്ല ഇപ്പോൾ. അപ്പോൾ എവിടെയാണ് പോയി നിൽക്കുന്നത് ഈ പാർട്ടി? എങ്ങനെയാണ് ഇവരിതിനെ ന്യായീകരിക്കാൻ പോകുന്നത്? അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? PV അൻവർ പുറത്തുപോയി. ഏതാരോപണ? ഈ ആരോപണം തന്നെയാണ്. അതിൻ്റെ ഒന്നാമത്തെ PV അൻവറിൻ്റെ ആദ്യത്തെ ബൈറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. VD സതീശൻ പറയുന്നതിന് 1 മണിക്കൂർ മുമ്പ് PV അൻവർ പറഞ്ഞു. ഇനി 2 പേരും ഒന്നിച്ചാൽ പറഞ്ഞു നോക്കുക. ആ ആരോപണത്തിലല്ലേ തുടങ്ങിയത്? ആ ആരോപണത്തിനല്ലേ PV അൻവർ പുറത്തു പോയത്? ആ ആരോപണത്തിൻ്റെ കൂടെ ജമാഅത്തുൽ ഇസ്ലാമിന് ഇന്ന് കടന്ന് ഗോവിന്ദമാഷ് ഒരു കാര്യം പറഞ്ഞത് എന്താണെന്നറിയോ? ലീഗിനെ വരെ വർഗീയവൽക്കരിക്കുന്ന സംവിധാനത്തിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഗോവിന്ദമാഷ് ഇന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താ, ലീഗിനൊക്കെ തള്ളിയിട്ടാണ് ഇനി പോകുന്നത്. പക്ഷേ തള്ളിപ്പോവാണ് മുസ്ലിം സമുദായത്തിൽ ഇല്ലെങ്കിലും. അതുകൊണ്ടാണ് ഞാനത് നേരത്തെ പറഞ്ഞത്, വർഗീയ നിലപാട് എന്നുള്ള നിലയ്ക്ക് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്നാണെന്ന് ഈ പ്രസ്ഥാനം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ ഈ പറഞ്ഞ സംവിധാനത്തെയൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളത്. അപ്പോൾ അതിനകത്തൊരു മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട് ഈ പാർട്ടിക്ക്. ആ മൂല്യശോഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇനി വരുന്നത് എന്താണ്? ഇവരുടെ നിലപാടിലേക്ക് വരും. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാടിലേക്ക് പാർട്ടി വരും. ആ മുഖ്യമന്ത്രിയുടെ നിലപാടിലേക്ക് പാർട്ടി വന്നു കഴിഞ്ഞാൽ പാർട്ടി വേറൊരു സംവിധാനവും മുഖ്യമന്ത്രി വേറൊരു സംവിധാനമായി മാറും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് ഈ പാർട്ടിനെ തള്ളിവിടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഈ പ്രസ്ഥാനത്തിന്. അങ്ങനെ പാടില്ല. ഇത് മറുപടി നേരിട്ട് പറഞ്ഞുകൂടെന്നേ. ഒറ്റ ചോദ്യത്തിന് മറുപടി, ADGP അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടതിൽ തെറ്റുണ്ട്. എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് പറയാൻ പറ്റുന്നില്ല? നേരിട്ട് പറയണം. അത് കണ്ടു എന്ന് തീരുമാനിച്ചാൽ ആ സെക്കൻഡിൽ പറയണം.
ആ സെക്കൻഡ് പറയില്ല. ഇന്ന് പിന്നെ കതിരൂരിൽ പിന്നെ BJP നേതാവിനെതിരെ പോസ്റ്റ് ഉണ്ട്. എവിടെ വന്നെന്നറിയോ? കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ BJP നേതാവ് സന്ദർശിച്ചതിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചേക്കാണ് ഇവിടെ കതിരൂര്. കാരണം ജനങ്ങളുടെ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരുടെ വികാരം അതല്ലാന്നേ. കാരണം 200 രക്തസാക്ഷികളുള്ള പ്രസ്ഥാനമാണ്, 218 രക്തസാക്ഷികളുടെ പ്രസ്ഥാനമാണ്. അവരുടെ നിലപാടതല്ല. അത് ഇവർ മനസ്സിലാക്കാതെ ഈ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്താണ് അവസാനം ADGPനെ മാറ്റിക്കഴിഞ്ഞു നോക്കുക. ഇവരെന്ത് പറഞ്ഞ് ന്യായീകരിക്കും? ഞങ്ങൾ മാറ്റിയില്ലേ ഈ റിപ്പോർട്ട് അടിസ്ഥാനം. അപ്പം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിയില്ലേ, അതുവരെ ഉണ്ടാക്കിയ ഡാമേജോ? നിഷ്പക്ഷമായ അന്വേഷണത്തിന് ശേഷം വരുന്ന റിപ്പോർട്ടായിരിക്കും. അല്ല, ആ നിഷ്പക്ഷമായ അന്വേഷണത്തിന് ശേഷം വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിയാൽ ഈ ഒരു മാസത്തിനുള്ളിൽ ഈ പാർട്ടിക്ക് ഉണ്ടായ ഡാമേജ് ഇൻക്ലൂഡിങ് പി വി അൻവർ അതിന്റെ ഡാമേജ് ആര് മറുപടി പറയും? ആര് ഈ ഡാമേജിന്റെ വലുപ്പത്തിൽ മനസ്സിലാവും? അതിന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ചോദ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഈ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നു. എപ്പോൾ വരെയാണ് ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് PV അൻവറിനോട് അഭ്യർത്ഥന പ്രകാരമുള്ള ഒരു ശാസനം കൊടുക്കുന്നുണ്ടല്ലോ, അതായത് പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി മാറരുത്, പിന്തിരിയണമെന്ന് പറയുകയും അദ്ദേഹം അത് അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും തൃശ്ശൂർ പോയി ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അതായത് 21-ാം തീയതി മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ശ്രമിച്ചത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഈ PV അൻവറിനെതിരെയുള്ള ഒരു പ്രചരണത്തിൻ്റെ തന്ത്രം അത് ഉപയോഗിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടിയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും സംരക്ഷിച്ചുകൊണ്ടാണ് PV അൻവർ നിന്നത്. ADGPക്കെതിരെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചത്. അതിനകത്ത് P ശശിയുടെ പങ്കിനെക്കുറിച്ച് അവ്യക്തമായി പറഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ അത് കടുപ്പിക്കാൻ തുടങ്ങുന്നത് ആ ഘട്ടത്തിലാണ്. അവിടെ അതാണിപ്പോൾ പാളിപ്പോയിരിക്കുന്നത്. PV അൻവറിനെ അടിക്കാനുള്ള വടിയായിട്ടാണ് മലപ്പുറം പ്രയോഗം എക്സാക്ട്ലി സെയിം അതേ കാര്യം ഡൽഹിയിൽ പോയി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എവിടെ നിന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇവിടെ നിന്നാണ് പോയിട്ടുള്ളത്. അതാണ് അതുകൊണ്ടാണ് അന്വേഷിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് അതിനെ തള്ളിക്കളയുന്നത്. അതാണ് എക്സാക്ട്ലി അതാണ്. അതും സെപ്റ്റംബർ 13-ാം തീയതി കൊടുത്തു എന്ന് ആലോചിക്കണം. സെപ്റ്റംബർ 13-ാം തീയതി മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയിട്ടില്ല. 8 ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുന്നത്. അതായത് PV അൻവർ ഈ ആരോപണങ്ങൾക്ക് തുടക്കമിടുമ്പോൾ തന്നെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നവർ ആലോചിക്കുന്നു. ഏറ്റവും തെറ്റായ മാതൃകയിൽ പ്രതികരിക്കാൻ അവർ തീരുമാനിക്കുന്നു. എന്താണ് തെറ്റായ മാതൃക? അതിനെ മലപ്പുറത്തെ കള്ളക്കടത്ത് ലോബിയുടെ ആളായി PV അൻവറിനെ ചിത്രീകരിച്ചാൽ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് നമുക്ക് തടയിടാൻ പറ്റും. ഈ ഒരു വളരെ അപകടം പിടിച്ച ഒരു കൗണ്ടർ പ്രൊപ്പഗാൻഡയിലാണ് യഥാർത്ഥത്തിൽ ഇത് മൊത്തം പൊളിഞ്ഞു പോയത്. ഇന്നുകൂടി അത് പറഞ്ഞു. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അതുകൊണ്ടാണ് പറയുന്നത് അൻവർ പാർട്ടി രൂപീകരിക്കുന്ന ദിവസം വരികയാണ് അടുത്ത ദിവസം അല്ലേ? അപ്പൊ അതിലേക്ക് വരുന്ന ആളുകൾ, അവിടെ വരാൻ പോകുന്ന ആളുകൾ, അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ അന്നത്തെ സമ്മേളനത്തിന് കണ്ടു കഴിഞ്ഞാണല്ലോ. അപ്പൊ അതിനൊക്കെ ഏത് രൂപത്തിലാണ് തള്ളിക്കളഞ്ഞത്? ഇങ്ങനെ പറഞ്ഞ് തള്ളിക്കഴിഞ്ഞാൽ നാളെ അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും എന്താണ് അവസ്ഥ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമല്ലേ? ന്യൂനപക്ഷത്തെ കൂടെ നിർത്തേണ്ടതില്ല എന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകിയ പാഠമെങ്കിൽ ഭൂരിപക്ഷം വരുമോ ഈ പ്രയോഗം നടത്തിയാൽ? ഭൂരിപക്ഷം മുഴുവൻ ഈ വർഗീയമായി ചിന്തിക്കുന്നവരാണോ? ഈ മലപ്പുറത്തിന് പ്രത്യേകത ഉണ്ട് സ്മൃതി. എന്താണെന്നറിയോ? അവിടെ ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്നത് ഭൂരിപക്ഷമാണ്. ഏത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ അവസ്ഥ മലബാറിൽ ഏറ്റവും സാഹോദര്യത്തോടെ ജനങ്ങൾ ജീവിക്കുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. അവിടെ ഏറ്റവും 80% മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് 20% ക്രിസ്ത്യാനിയും ഹിന്ദുവും ജീവിക്കുന്നത് സ്വസ്ഥതയും സമാധാനത്തോടും കൂടിയാണ്. അവിടെ ഈ പറഞ്ഞ ഒരു അൻവറിന് വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം ഇവർ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ ആ ജില്ലയിലുള്ള ആൾക്കാർ സഹിച്ചു നിന്നോണമെന്നില്ല. അതിൻ്റെ അർത്ഥം അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രം ഇറങ്ങുമെന്നുള്ളതല്ല. അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഈ പറയുന്ന മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ ഇവർ പറയണമായിരുന്നു ഈ പിന്നെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് പറയണമായിരുന്നു. അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞതിൻ്റെ പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ സ്മൃതി. ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തും ഹവാലയും ഈ രണ്ട് കാര്യമാണല്ലോ അവർ പറയുന്നത്. സ്വർണ്ണക്കടത്ത് ഈ പറഞ്ഞ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് മാത്രമുള്ളതാണ് എന്ന് പറയുന്നത്. അതൊരിക്കലും മലപ്പുറം ജില്ലയാക്കി വരുന്നതല്ല. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു കേട്ടോ. മുഖ്യമന്ത്രി 21-ാം തീയതി അത് വിശദീകരിക്കുമ്പോൾ കരിപ്പൂർ വിമാനത്താവളം എന്ന് പറയുന്നുണ്ട്. പക്ഷേ 29-ാം തീയതി അഭിമുഖം എത്തുമ്പോൾ കരിപ്പൂർ വിമാനത്താവളം അപ്രത്യക്ഷമാവുകയും മലപ്പുറം ജില്ല മാത്രമേ ചുരുക്കൂ. അല്ല അരുണേ, അതിൻ്റെ അകത്ത് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പിന്നെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് എല്ലാം ഒരു വിശദീകരണം ചെല്ലുന്നു. അത് മലപ്പുറം മാഫിയ എന്ന് പറഞ്ഞൊരു വിശദീകരണം ചെല്ലുകയാണ്. അത് എവിടെ നിന്നാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് ഇതിന് അന്വേഷണമില്ലാത്ത? ഞാൻ വിശ്വസിക്കുന്നു PV അൻവറിനോട് നല്ല വൈരാഗ്യമുള്ളത് ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ? പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ? ഇന്ന് മുഖ്യമന്ത്രി അതിന് ക്യാപിറ്റേക്കുക. അല്ല, ഏറ്റവും വലിയ തൃശ്ശൂർ ബന്ധപ്പെട്ട് RSSും ADGPയുമായി തൃശ്ശൂർ പൂരം കലക്കിയതിനെ അപേക്ഷിച്ച് അതിനേക്കാളും എത്രയോ വലിയ ആരോപണമാണെന്നിത്.
ഒരു സംസ്ഥാനത്തെ ഒരു ജില്ലയെ അടച്ചാക്ഷേപിച്ച അതാണോ ഏറ്റവും വലിയ പ്രശ്നം? ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തെ വലിയ പ്രശ്നം ആ ഒറ്റ കാര്യം. അതൊരു മാഫിയായി മാറിയിരിക്കണം. ഒരു ജില്ലേനെ മാഫിയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചുക എന്ന് പറഞ്ഞാൽ അതിനെന്താണ്? അത് ഈ ഒരു നാഷണൽ ഡെയിലിയിൽ വന്നിട്ട് ഈ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ഡെയിലി എന്ന് പറയുന്നത് കേരളത്തിലെ ആൾക്കാരാണോ വായിക്കുന്നത് കൂടുതലും? അല്ലാന്നേ. എന്നിട്ട് ആ ഡെയിലിയിൽ ഒരു വിശദീകരണം വന്നോ? നമുക്ക് അയച്ചു തന്നു, എന്നിട്ട് പത്രങ്ങൾക്ക് കൊടുത്തു. മുസ്ലിം ലീഗിന്റെ കൊടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ച ഘട്ടത്തിൽ അവിടെ BJP അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചർച്ച നടത്തിയത് മാധ്യമങ്ങളാണ്. അവർക്കാണ് വടി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 35 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിരാകരിച്ചത്. കാലിലെ മുള്ളെടുക്കാൻ സ്വന്തം കാല് മുട്ടുമുതൽ താഴോട്ട് വെട്ടിക്കളയാം എന്ന് തീരുമാനിച്ച രാഷ്ട്രീയ അവിവേകം എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അത് സ്മൃതി പറഞ്ഞതിന്റെ കറക്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷന്റെ സമയത്ത് പച്ചക്കൊടി വേണ്ടുന്നത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പറഞ്ഞ പാർട്ടി അവർക്കെതിരെ സമരത്തിനിറങ്ങിയ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അതെ, ആ പ്രസ്ഥാനമാണ് ഇപ്പം ഇറങ്ങിയിട്ട് എന്ത് പറയുന്നത്, ഒരു ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒന്നാണെന്ന് പറയുന്നു. കാരണം അങ്ങനെ ലെവലിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു അപകടം എന്താ പറയുമോ, അതിനകത്തൊരു സാങ്കേതികമായി പോലും അത് ശരിയല്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഭരണത്തിലിരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ്. ഭരണത്തിലിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടകരം എന്നതാണ് പാർട്ടി ഇന്നോളം സ്വീകരിച്ചു വന്നിരുന്ന ലൈൻ. കാര്യം അത് നോക്കൂ, നിങ്ങൾ അധികാരത്തിൻ്റെ സ്വരൂപം പൂണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷ വർഗീയതയേക്കാൾ അപകടകരമല്ല ന്യൂനപക്ഷ വർഗീയത. അതാണ് പാർട്ടി ഇന്നോളം സ്വീകരിച്ചു വന്ന ലൈൻ. ഇതെങ്ങനെയാണ് വളരെ പൊടുന്നൊരു സുപ്രഭാതത്തിൽ ഇത് രണ്ടിനെയും ഒരേപോലെ തുലനം ചെയ്യാൻ കഴിയുക? കാര്യം ന്യൂനപക്ഷ വർഗീയത പ്രവർത്തിക്കുന്നത് ക്രിമിനലായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലൂടെയാണെങ്കിൽ ഭൂരിപക്ഷ വർഗീയത പ്രവർത്തിക്കുന്നത് സാധൂകരിക്കപ്പെട്ട മാർഗങ്ങളിലൂടെയാണ്. അത് പാഠപുസ്തകങ്ങളിലൂടെ, അത് നിങ്ങളുടെ ഭരണ സംവിധാനങ്ങളിലൂടെ, നിയമ സംവിധാനങ്ങളിലൂടെ, ഭരണഘടനയെ മാറ്റി എഴുതുന്നത് വഴി, അങ്ങനെയൊക്കെയാണ് ഭരണത്തിലുള്ള ഒരു ഭൂരിപക്ഷ വർഗീയത പ്രവർത്തിക്കുക. ന്യൂനപക്ഷ വർഗീയത പ്രവർത്തിക്കുന്നത് കൊലപാതകമായിട്ടും വിധ്വംസക പ്രവർത്തകമായിട്ടും കലാപശ്രമങ്ങളുമായിട്ടുമാണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന നമ്മൾ പോലും അറിയാതെയാണ് ഭൂരിപക്ഷ വർഗീയത അധികാരത്തിലുള്ളപ്പോൾ നമ്മളിൽ പ്രവേശിക്കുന്നത്. ഇതാണ് ഫാസിസത്തിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം. ഇതും മനസ്സിലാക്കാൻ കഴിയാത്തൊരു പാർട്ടിയല്ല CPM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള സ്റ്റോറിയെ വിമർശിച്ചതാണ് ഒരുമിച്ച് നിന്ന് മുഖ്യമന്ത്രി അടക്കം എത്ര ശക്തമായി പ്രതികരിച്ചാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ മാറുന്നത്? ഇത് മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ. ഇത് വിശ്വസിക്കുക. പക്ഷെ എന്താ അറിയോ, അത് വിശ്വസനെങ്കിൽ ഇത് തള്ളി പറയണമെന്നേ. ഏത് മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു കേരളത്തിലെ സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്കും നമ്മൾക്ക് അത് വിശ്വസിക്കാനാണ് താല്പര്യം. അങ്ങനെ സംഭവിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല, ഇങ്ങനെ ഒരു പരാമർശം വന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്കെല്ലാം താല്പര്യം. പക്ഷെ ആ താല്പര്യം എന്ന് പറയുന്നത് ഈ പാർട്ടിയും ഈ പ്രസ്ഥാനം ഈ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ട് അതിനെ ഇറങ്ങി പോരാടാൻ ഇറങ്ങണമായിരുന്നു. ആ പോരാടാൻ ഇറങ്ങാത്തതിന്റെ പ്രശ്നമാണ് ഈ പറഞ്ഞ സംവിധാനം. അതിനെ ഇരുന്ന് ന്യായീകരിച്ചാൽ ഈ ന്യായീകരണം കൊണ്ട് തീരുന്ന പ്രശ്നമല്ല എന്നത്. അങ്ങനെ ന്യായീകരിച്ചാൽ പോരാ. ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ആ ജീവിതത്തിന്റെ പ്രശ്നത്തിലേക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ പോരാ, നടപടി സ്വീകരിക്കണമെന്നേ, ഇറങ്ങി നിന്ന് നടപടി സ്വീകരിക്കണം. അങ്ങനെ ഒരു PR ഏജൻസി ഞാൻ പറയാത്ത കാര്യം എൻ്റെ വായിൽ തിരികെ ഈ പറയുന്ന ഹിന്ദു പത്രത്തിലൂടെ അച്ചടിച്ച് പുറത്തു വന്നാൽ അത് ആരോട് ചോദിച്ചിട്ട് എങ്ങനെ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഈ ADGP MR അജിത് കുമാർ ഈ പറഞ്ഞ പൂരം കലക്കാൻ വേണ്ടി അന്വേഷണം നടത്തിയതിൻ്റെ 5 ഇരട്ടി ശക്തിയോടുകൂടി ഇതിനിറങ്ങണം. ആ ഒറ്റ അത് നമുക്ക് ധാരണയുണ്ട്. ഇത് ധാരണയില്ല, ഇത് ആര് ചെയ്തു? അപ്പം അതിൻ്റെ പുറകിൽ ശക്തി പ്രവർത്തിക്കുന്നില്ലേ? ആ ശക്തിനെ വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? അൻവറിന് പിന്നിൽ ശക്തിയാണ് ഇപ്പോൾ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ ദഹിക്കുമോ ന്യായീകരണം എന്നതാണ് ചോദ്യം. ദഹിക്കില്ല ന്യായീകരണം എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം. Meet the editors.